കണ്ണൂർ ആറളം കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. മരിച്ച വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹവുമായി എത്തിയ ആംബുലൻസും നാട്ടുകാർ തടഞ്ഞുവച്ചു. പ്രതിഷേധക്കാരുമായി കലക്ടറും SP നടത്തിയ ചർച്ച പരാജയം. വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. വനമന്ത്രി AK ശശീന്ദ്രൻ സ്ഥലത്തെത്തുമെന്ന് കലക്ടർ അറിയിച്ചു. സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ സബ് കളക്ടർ വന്ന് സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം അല്ലാതെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കളക്ടറുടെ ശ്രദ്ധയിലും അതുപോലെ DFO, ഫോറസ്റ്റ് പോലീസ് എല്ലാവരും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തില്ല. മിനിസ്റ്റർ ഇവിടെ വരുന്നുണ്ട്. മിനിസ്റ്റർ വരും തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളെല്ലാം ഉദ്യോഗസ്ഥരെല്ലാവരും ഇപ്പോൾ പഞ്ചായത്ത് ഹാളിലാണ്. നമ്മൾ MLAയും അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് പ്രതിനിധികളായിട്ട് വേണമെങ്കിൽ അവിടേക്ക് വരാം. എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഉറപ്പ് തരാൻ വേണ്ടി തന്നെയാണ് മിനിസ്റ്റർ ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ മിനിസ്റ്റർ വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് അവലോകനം ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മീറ്റിംഗ് പഞ്ചായത്ത് ഹാളിൽ. അല്ലാതെ ഇവിടെ വന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, ഇവിടെ വരുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല അവിടേക്ക് പോയിരിക്കുന്നത്. ഇവിടേക്ക് വരുമെന്ന് തന്നെയാണ് മിനിസ്റ്റർ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് സമയം പെട്ടെന്ന് തീർക്കണം. അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, സർവകക്ഷി യോഗം തുടരുകയാണോ? മന്ത്രി എത്താൻ സാധ്യതയുണ്ടോ? എങ്ങനെ അനുനയിപ്പിക്കും പ്രതിഷേധക്കാരെ? ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് ഈ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹവുമായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ഇവിടെ ആറളം 13-ാം ബ്ലോക്കിലേക്ക് എത്തുന്നത്. 13-ാം ബ്ലോക്കിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയിൽ പലയിടങ്ങളിലായി പ്രതിഷേധക്കാർ കമ്പും മരങ്ങളും കല്ലുമൊക്കെ വെച്ച് റോഡ് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. അതിനുശേഷം ആംബുലൻസ് ഈ തിരിയുന്ന റോഡിൽ തടഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 2.5 മണിക്കൂർ സമയമായി ഈ 2 മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ട് വന്ന ആംബുലൻസ് പ്രതിഷേധക്കാർ ഇവിടെ തടഞ്ഞിട്ടിരിക്കുന്നു. കലക്ടറും മന്ത്രിയും സ്ഥലത്തെത്തണം. അവർ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കണം. വിഷയങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അവരുടെ ആവശ്യം. അതിനിടയിൽ CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും സംസ്ഥാന കമ്മിറ്റി അംഗം M പ്രകാശൻ മാസ്റ്ററും അടങ്ങുന്ന CPM-ന്റെ നേതാക്കൾ ഇവിടെ എത്തി സമരക്കാരുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. പക്ഷേ അവരെയും പ്രതിഷേധക്കാർ തടഞ്ഞു. അതിനിടയിൽ MV ജയരാജനെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. പിന്നീട് തൊട്ടു പിന്നാലെ മാർട്ടിൻ ജോർജ് കണ്ണൂർ DCC പ്രസിഡന്റും മറ്റും ഇവിടെ എത്തി. അവർക്കും സമാനമായ അനുഭവമാണ് ഉണ്ടായത്. അവർക്ക് നേരെയും സമരക്കാർ കയർക്കുകയും മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നാലെ ഈ പ്രതിഷേധം അതിശക്തമായി തുടരുന്നതിനിടയിൽ CPM-ന്റെ നേതാക്കൾ ഇവരുടെ ബന്ധുക്കളുമായി അവരുടെ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു. തുടർന്ന് ബന്ധുക്കളിൽ ചിലർ അവിടെ എത്തി മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പ്രതിഷേധക്കാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല അവരുടെ മക്കളടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ആ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു. ഇതോടുകൂടിയാണ് 3:50 കണ്ണൂർ കളക്ടർ സ്ഥലത്തെത്തി. കണ്ണൂർ കളക്ടർ അരുൺ K വിജയനും ഒപ്പം റൂറൽ പോലീസ് മേധാവി അനുജ് പലിവാളുമാണ് ഇവിടെ എത്തുന്നത്. അവരെത്തി പ്രതിഷേധക്കാരുമായി ഏതാണ്ട് 20 മിനിറ്റോളം സംസാരിച്ചു. പക്ഷെ പ്രതിഷേധക്കാർ അപ്പോഴേക്കും നിലപാട് മാറ്റി. അവർ പറയുന്നത് മന്ത്രി തന്നെ എത്തണം. മന്ത്രി ഇവിടെ ഉണ്ട്. ഏതാണ്ട് കിലോമീറ്ററുകൾക്കപ്പുറത്ത് ആറളം പഞ്ചായത്ത് ഓഫീസ് എടൂരിലാണ്. എടൂരിൽ മന്ത്രി സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ എത്തിയ മന്ത്രി എന്തുകൊണ്ട് ഈ സംഭവം ഉണ്ടായ സ്ഥലം സന്ദർശിക്കുന്നില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ ചോദ്യം. മന്ത്രി വരട്ടെ, ഇനി മന്ത്രിയോടാണ് സംസാരം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ചർച്ചയ്ക്കില്ല എന്നൊരു നിലപാട് പ്രതിഷേധക്കാരും സ്വീകരിച്ചു. അതോടുകൂടി മന്ത്രിയെ കലക്ടർ ഫോണിൽ ബന്ധപ്പെട്ടു. ഈ സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി സ്ഥലത്തേക്ക് എത്താമെന്ന് കലക്ടറോട് ഉറപ്പ് നൽകി. ഇതേ തുടർന്ന് ഈ വിവരം കലക്ടർ പ്രതിഷേധക്കാരെ അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ സ്ഥലത്തെത്തുമെന്ന് അറിയിച്ചു. പക്ഷേ പ്രതിഷേധക്കാർ മടങ്ങിപ്പോവാനോ പ്രതിഷേധം അവസാനിപ്പിക്കാനോ തയ്യാറാവുന്നില്ല. അവർ പറയുന്നത് മന്ത്രി വന്ന് തീരുമാനം പരസ്യമായി പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അവസാനിപ്പിക്കൂ, അതിനുശേഷം മാത്രം മതി സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ളവ നടത്താൻ എന്നൊരു നിലപാടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പലവട്ടം പോലീസ് ഈ പ്രതിഷേധക്കാരെ മാറ്റാനും അതുപോലെ തന്നെ ഈ റോഡിലും മറ്റും വെച്ച് സ്ഥാപിച്ചിരുന്ന കല്ലും കമ്പും മറ്റുമൊക്കെ എടുത്തു മാറ്റാനുമുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോഴൊക്കെ പ്രതിഷേധക്കാർ പോലീസിനെ തടയുന്ന സാഹചര്യമുണ്ടായി. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലവട്ടം ഉന്തും തള്ളും ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ബലപ്രയോഗം വേണ്ട എന്നൊരു നിലപാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉന്നത തലങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൽക്കാലം ബലപ്രയോഗത്തിലേക്ക് പോവേണ്ടതില്ല എന്ന് പോലീസും തീരുമാനിച്ചു. എന്തായാലും എടൂരിലെ സർവകക്ഷി യോഗത്തിന് ശേഷം മന്ത്രി AK ശശീന്ദ്രൻ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഈ മൃതദേഹവുമായുള്ള പ്രതിഷേധം ഇവർ തുടരും. ശരി സുനിൽ.